ജാസ്യം. 6:30 മണിക്ക് ദിവസവും വിജയീകരണത്തിലേക്ക് എത്തുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് വിജയത്തിന്റെ പടികൾ പറഞ്ഞു തരുവാനായിട്ട് നമുക്കൊരു ചീഫ് ഗസ്റ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ദിനേശ് സാറ് സ്വാഗതം ചെയ്യും. നമുക്ക് ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടാനുള്ള അവസരം ഒരുക്കി തന്ന നമ്മുടെ എല്ലാം നന്ദി കണ്ട ദൈവമായിട്ടുള്ള PCGയെ നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ ഈ സൂം പ്ലാറ്റ്ഫോം നമുക്കായി തയ്യാറാക്കി തന്നിട്ടുള്ള നമ്മളെ കൃത്യമായി നയിച്ചുകൊണ്ട് ഒരു തെറ്റായ വഴിയിലൂടെ പോകാതെ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ട് നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ ദിനേശ് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ പറവൂരിലെ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ വൃത്തിയും അതുപോലെ തന്നെ വരുന്ന കസ്റ്റമേഴ്സിനോട് നല്ല പെരുമാറ്റവും നല്ല രീതിയിൽ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റാർ പ്ലാറ്റിനം ഷായി സാറിനെ മാനസികത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ട് പാർട്ട് ടൈമായിട്ട് വലിയൊരു ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാറ്റിനം അശോകൻ സാറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. അതുപോലെ ഫോർട്ട് കൊച്ചിയിൽ വലിയൊരു ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാർ ജോർജ് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ഡേറ്റ് ലീഡേഴ്സ് എത്തിച്ചേർന്നിട്ടുണ്ട്. പുതിയതായി വന്ന ആൾക്കാരുണ്ട്. അവരെ എല്ലാവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ നമ്മുടെ ഈ സൂം പ്രോഗ്രാമിൽ ഇന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അതിഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ദിനേശ് സാറിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ. സാറിന് മൈക്ക് ഓണല്ല കേട്ടോ. ഓക്കെ സുരേഷ് സാർ, സൗണ്ട് ക്ലിയർ അല്ലേ സാറേ? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ജയാസ്യം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസം എല്ലാവർക്കും നേരുന്നു. എസ്പെഷ്യലി നമുക്ക് RCM പഠിക്കാനും RCMനെ മനസ്സിലാക്കാനും പറ്റിയ ഏറ്റവും നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സൂം പ്ലാറ്റ്ഫോം. ഇതിലൂടെ ഒരുപാട് ലീഡേഴ്സ് ക്രിയേറ്റ് ആവുകയും അതിലൂടെ വലിയ വലിയ വിജയങ്ങളിലേക്ക് എത്തുകയും വലിയ വലിയ ലെവലിലേക്ക് എത്താനും നമ്മുടെ ടീമിന് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും നമുക്ക് സൂം പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിനേഷ്, പറവൂർ സ്വദേശിയാണ്. RCMയിലൊരു ടെക്നിക്കൽ അച്ചീവർ ആണ്. നമുക്കറിയാം, നമ്മുടെ സൂം പ്രോഗ്രാം തുടങ്ങി ഇന്നിപ്പോ 264ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ഒരു സൂം പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ് ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗ്രേറ്റ് ഗുരുനാഥൻ ഗിരീഷ് സാറാണ് നമുക്ക് ഇവിടെ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ അന്ന് എത്തിയത്. തുടർന്നും ഓരോ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സും, ഗ്രേറ്റ് ലീഡർ സ്റ്റാർ എമറൽഡ് അർജുൻ സാറ്, സജീവ് സാറ്, ഷൈൻ ബാബു സാറ്, അങ്ങനെ ഒരു നീണ്ട ഗ്രേറ്റ് ലീഡേഴ്സ് തന്നെ നമുക്ക് വന്ന് വേണ്ട നിർദ്ദേശങ്ങളും നമ്മളെ പഠിപ്പിക്കാനും മുന്നോട്ട് പോകാനും ഒരുപാട് നിർദ്ദേശങ്ങളും നല്ല നല്ല ക്ലാസ്സുകളും തന്നു നമ്മളെ മുന്നോട്ട് നയിച്ചു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് പുതിയതായിട്ടൊരു ഗസ്റ്റ് നമ്മൾക്ക് ഇന്ന് നമ്മുടെ വിജയീകരണം സൂം പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗ്രേറ്റ് സ്റ്റാർ പേൾ അച്ചീവർ ആയിട്ടുള്ള സുരാഗ് സാറാണ്. സുരാഗ് സാറിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം സുരാഗ് സാറ് വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം നമ്മൾ പറയാറുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് വലിയ വലിയ മാറ്റം നമ്മളിലും നമ്മുടെ ടീമിലും ഉണ്ടാവുന്നത്. സുരാഗ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ RCM ടീമിന് വളരെ ഒരു അസറ്റാണ് അദ്ദേഹം. സാറിന്റെ നമുക്കറിയാം, നമ്മൾ ഓരോ പ്രോഗ്രാംസുകളും കാണുന്നുണ്ട്. വലിയ വലിയ PPTകളും പ്രോഗ്രാമിന്റെ ഡിസൈനൊക്കെ കാണുന്നുണ്ട്. അതിന്റെ എല്ലാം പിന്നില് സുരാഗ് സാറാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ ടെക് ഗുരു എന്നാണ്. ടെക് ഗുരു എന്നാണ് അഭിസംബോധന ചെയ്ത് വിളിക്കുന്നത്.
അപ്പോ സുരാഗ് സാറിന് ഇന്ന് കിട്ടിയത് ഞങ്ങൾക്ക് നമ്മളുടെ പറവൂർ ടീമിനും അതോടൊപ്പം വിജയകരണ ടീമിനും ഒരു മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിലൂടെ ഒരുപാട് അറിവുകൾ കിട്ടാനും ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹം ഇപ്പോ ഇരിക്കുന്നതിന് ഒരു ഫിനിക്സ് എന്ന ഒരു പക്ഷിയുടെ നടുവിലായിട്ട് അദ്ദേഹം ഇരിക്കുന്നത് അല്ലെ. ആ ഒരു ഫിനിക്സ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഒത്തിരി മെമ്പേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ അർജുൻ സാറും സുരാഗ് സാറും കൂടി ഈ ഒരു ഫിനിക്സ് പ്രോഗ്രാം നമ്മുടെ ആലുവ സുലഭ് വണ്ടർ വേൾഡിലും എല്ലാ മാസങ്ങളിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുകയും ടീമിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയും എന്ത് കാര്യങ്ങള് കമ്പനിയിൽ നിന്ന് എന്തൊക്കെയാണോ പുതിയതായിട്ട് പുതിയ പുതിയ അപ്ഡേഷൻ വരുന്നുവോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി നമ്മളുടെ ടീമിലേക്ക് എത്തിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് സുരാഗ് സാറ്. സുരാഗ് സാറിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളും അതിനുള്ള ഉത്തരം എനിക്ക് തോന്നുന്നു നമ്മളുടെ മൂർത്തി സാറിന്റെ അതേ രീതിയിൽ തന്നെയാണ് സുരാഗ് സാർ പോയിക്കൊണ്ടിരിക്കുന്നത്. മൂർത്തി സാറിനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നോ എന്ന് പറയില്ല, കൃത്യമായിട്ട് അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഇതേ രീതിയിൽ തന്നെയുള്ള ഒരു വ്യക്തിത്വമാണ് സുരാഗ് സാറ്. തീർച്ചയായിട്ടും ഇന്നത്തെ വിജയീകരണത്തിൽ എത്തിയിരിക്കുന്ന എല്ലാവരും മഹാഭാഗ്യം ചെയ്തവരാണ്. കാരണം സുരാഗ് സാറിന് നിന്ന് കിട്ടി നമുക്ക് ഒരുപാട് അറിവുകൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കും. അതുപോലെ നമുക്ക് നാളെ നടക്കുന്ന നമ്മളെല്ലാം പ്രിയപ്പെട്ട ഗ്രേറ്റ് ഗുരുനാഥൻ ഗിരീഷ് സാറ് നമ്മുടെ പറവൂരിന്റെ മണ്ണിലേക്ക് വീണ്ടും വരെയാണ്. നമ്മളെ പഠിപ്പിക്കാനും നമുക്ക് നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം തരാനും സാർ അവിടെ എത്തുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു പ്രമോഷനും കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ സുരാഗ് സാറ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം സുരാഗ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുരാഗ് സാറിന്റെ അമ്മയിൽ നിന്നാണ് അദ്ദേഹം, ആ ഒരു അമ്മ ആർസിഎമ്മിലേക്ക് വന്നു. ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ അവർ ഉപയോഗിച്ചു, ആ ഫാമിലി ഉപയോഗിച്ചു. അതിൽ നിന്ന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ ഫാമിലിക്ക്. ആ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി നല്ലൊരു ഹെൽത്തി ഫാമിലി ആയിട്ട് മാറിയതോടുകൂടിയാണ് സുരാഗ് സാറും ആർസിഎം ഏറ്റെടുത്തത്. സുരാഗ് സാറ് ആർസിഎം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് കണ്ടത് ആർസിഎം വലിയ വലിയ വിജയങ്ങളിലേക്ക് അദ്ദേഹം എത്താനും വലിയ വലിയ ഒരുപാട് അച്ചീവ്മെന്റിലേക്ക് എത്താനും അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ന് കുമ്പിടി ഞാമക്കൽ എന്നൊരു ടീം ഉണ്ടെങ്കിൽ ആ ഒരു ടീമിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് സുരാഗ് സാറ്. അപ്പൊ അങ്ങനെയുള്ള നമ്മളെല്ലാം പ്രിയപ്പെട്ട ഗ്രേറ്റ് സ്റ്റാർ സുരാഗ് സാറിനെ നിങ്ങളുടെ എല്ലാം ഒരു നിറഞ്ഞ കൈയടിയോടുകൂടി തന്നെ നമ്മുടെ വിജയകരണ സൂം പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം സുരാഗ് സാർ, വെൽക്കം. താങ്ക് യു ജിനേഷ് സാർ, താങ്ക് യു. എന്തായാലും വളരെ നല്ല ഒരു വെൽക്കം. രാവിലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വെൽക്കം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സുഖല്ലേ അല്ലേ? അപ്പോ എന്തായാലും ജിനേഷ് സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇതാണ് അല്ലേ? അപ്പോ നമുക്ക് അങ്ങനെ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ നല്ല വാക്കുകൾക്കൊക്കെ കാരണം നമ്മുടെ പിന്നിലുള്ള നമ്മുടെ ലീഡർമാരാണ്. കാരണം നമ്മുടെ ലീഡർമാര് ആണ് നമുക്ക് ഇതൊക്കെ നേടിത്തന്നത്, അല്ലെങ്കിൽ അവരായിരിക്കും നമുക്ക് ഇതൊക്കെ നേടിത്തരാൻ ഒരു വഴി ഉണ്ടാക്കി തന്നത്. ചിലപ്പോ അവർ നമ്മുടെ കൂടെ നിന്ന് നേടി തന്നിട്ടുണ്ടാവും, ചിലപ്പോ നമുക്കൊരു വഴി വെട്ടി തന്നിട്ടുണ്ടാവും, നമ്മൾ ആ വഴി കൂടെ നടന്നു പോയി നമ്മളിതൊക്കെ നേടിയെടുത്തതായിരിക്കും. അപ്പോ എങ്ങനെ വേണമെങ്കിലും ആവാം, പക്ഷെ എന്തായാലും കാരണം ലീഡർമാരാണ്. അപ്പോ നമ്മൾ പലപ്പോഴും നമ്മുടെ സിസ്റ്റത്തിന് പലർക്കും തോന്നാറുള്ളൊരു കാര്യമാണ്, ഈ ഒരു ഇതിൽ വരുമ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പലർക്കും തോന്നുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെ നേടിയെടുത്തത് എൻ്റെ കഴിവ് കൊണ്ടാ, ഞാനാണ് എല്ലാം നേടിയെടുത്തത് എന്ന് തോന്നും. അങ്ങനെ തോന്നുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, പിന്നെ നമുക്ക് അവിടുന്ന് വഴി കാണാണ്ടാവും. പിന്നെ നമുക്ക് വഴി കാണാൻ പറ്റാണ്ടാവും. വഴി കാണാൻ പറ്റാണ്ടാകുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ തളർച്ച വരും. അല്ലെങ്കിൽ നമുക്ക് തളർച്ച വരാം, തകർച്ച വരാം, ഒക്കെ വരാം. അപ്പോ ആ സമയത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ആ സമയത്ത് ചിലപ്പോ നമുക്ക് ബോധോദയം വരും, അയ്യോ ഇത്രയും നാള് വഴി വെട്ടിയത് ലീഡറായിരുന്നല്ലോ, ഞാൻ അതിപ്പോ നടക്കലേ ചെയ്തിട്ടുള്ളൂ, ഞാൻ അഹങ്കരിച്ച കാരണം വഴി വെട്ടാൻ ലീഡർ ഇല്ലല്ലോ എന്നൊരു തോന്നല് വരും. അപ്പോ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലീഡർമാരുടെ കൂടെ നടക്കുക. ലീഡർമാരുടെ മുന്നിൽ ഓടാൻ പറ്റുമെങ്കിൽ മുന്നിൽ ഓടിക്കോ, കുഴപ്പമില്ല. പക്ഷെ
അവര് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു സപ്പോർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വിടാൻ ഒരിക്കലും ശ്രമിക്കരുത്. അവര് വിടില്ല, പക്ഷെ നമ്മൾ കൈ കിടന്ന് കുടഞ്ഞോണ്ടിരുന്നാൽ ഒരു ദിവസം വിട്ടു പോകും. ശരിയല്ലേ? നമ്മള് നമ്മുടെ പിള്ളേരൊക്കെ കൈമ പിടിക്കുമ്പോ പിള്ളേർ ഇങ്ങനെ കുടഞ്ഞോണ്ടിരിക്കും. കുറെ നേരം അവര് കിടന്ന് ഗുസ്തി കാണിക്കുമ്പോ പതുക്കെ ഒന്ന് വിടില്ലേ, അത് കഴിഞ്ഞിട്ട് വീണ്ടും പിടിക്കും. പക്ഷെ അങ്ങനെ ഒരു സംഭവമൊക്കെ വരാതിരിക്കാൻ നോക്കണം. ഓക്കെ. ഇപ്പൊ എന്തായാലും ഇത് പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജിനേഷ് സാർ എന്നെ പരിചയപ്പെടുത്തി. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്താൻ, എൻ്റെ പേര് സുരാഗ് എന്നാണ്. ചാലക്കുടിയിലാണ് വീട്. ചാലക്കുടിയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ കഷ്ടി 4 കിലോമീറ്റർ ഉള്ളിലേക്ക് പോന്നു കഴിഞ്ഞാൽ ഒരു വെള്ളാഞ്ചിറ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെയാണ് എൻ്റെ വീട് വരുന്നത്. നിറച്ച് പാടവും വയലും ഒക്കെ ആയിട്ട് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് എൻ്റെ വീടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും ആണ് അർസിമിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അവിടേക്ക് ഞാൻ ചെയ്തിരുന്ന ജോലി CNC മെഷീൻ പ്രോഗ്രാമിംഗ് ആണ്. പ്രോഗ്രാമിംഗ് മേഖലയിലായിരുന്നു, IT ഫീൽഡ് തന്നെ. അപ്പോൾ ആ ഒരു ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവിടെ എന്നെ സംബന്ധിച്ച് എനിക്ക് മെഷീനറീസിനോട് മാത്രം സംസാരിച്ചാൽ മതി. അപ്പം മനുഷ്യന്മാരോടെ സംസാരിക്കേണ്ട, മനുഷ്യന്മാരെ ശരിയാക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് RCMല് മനുഷ്യന്മാരാണ് ഇടപഴകുന്നത്. ഞാൻ ജോലി ചെയ്തിരുന്ന മേഖലയിൽ മനുഷ്യന്മാരോടല്ല കൂടുതൽ ഇടപഴകണേ. അവിടെ കുറെ മെഷീനറികളാ, വലിയ വലിയ മെഷീൻസുകളാ. നമ്മളെ എന്താ പറയാ, എൻ്റെ ഒരു ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്യാൻ കയറി കൊടുത്ത ഒരു മെഷീൻ ഉണ്ടായിരുന്നു. ആ മെഷീൻ്റെ അവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ആ സമയത്തൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പൊ കുറെ കാലമായിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കില്ല. അപ്പൊ അന്ന് എൻ്റെ ഫേസ്ബുക്കിൽ ആ ഫോട്ടോ ഇപ്പോഴും കിടക്കണമെന്ന് തോന്നിക്കാം. ആ ഫേസ്ബുക്കിൽ ആ ഫോട്ടോ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോ, എന്റെ വർക്ക് ചെയ്യുന്ന മെഷീൻ്റെ ഒപ്പം ഞാൻ നിൽക്കുന്ന ഫോട്ടോ ഇട്ടപ്പോ കുറെ ആൾക്കാർ അതിന്റെ താഴെ കമന്റ് ഇട്ടതാണ്, പിന്നില് വലിയൊരു ട്രെയിൻ കിടക്കുന്നുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. കാരണം അതുപോലെയായിരുന്നു അതിന്റെ നീളവും കാര്യങ്ങളൊക്കെ. അപ്പൊ അത്രയും വലിയ മെഷീനറികളിലൊക്കെ അതിന്റെ പ്രോഗ്രാമിങ് ചെയ്യുന്നത് ഫുൾ, അതിനെ കൺട്രോൾ ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്തിട്ട്. അപ്പൊ അത്തരത്തിലുള്ള വർക്കുകൾ ചെയ്തിരുന്ന ഒരു മേഖലയിൽ നിന്നാണ് RCMലേക്ക് കടന്നു വരുന്നത്. അപ്പൊ RCMലേക്ക് എന്തുകൊണ്ട് കടന്നു വന്നു വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിലൊക്കെ നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ കേട്ട സമയത്ത് ഒരു നെറ്റ് ചുളിക്കലായിരുന്നു. അതെല്ലാവർക്കും ഉണ്ടാവും. ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത്. കാരണം ഇതില് എല്ലാവരും പഠിക്കാൻ വേണ്ടി തുടക്കം തന്നെ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാ. അപ്പൊ ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്നവർക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ല, നെറ്റ് ചുളിക്കുന്ന പരിപാടി ഉണ്ടാവില്ല. പക്ഷെ തുടക്കത്തിൽ RCMനെ കുറിച്ച് കേട്ടപ്പോ നെറ്റ് ചുളിക്കുകയോ അല്ലെങ്കിൽ ഇതിലേക്ക് വരാൻ ചെറിയൊരു മടി കാണിക്കുകയോ ചെയ്ത ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ മടിയില്ല, പക്ഷെ തുടക്കത്തിലുണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ, എന്നെ പോലെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയാ. ആ, രണ്ട് മൂന്ന് പേര് കൈ പോകുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്നെ പോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ തുടക്കത്തിൽ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ഒരു മടി കാണിച്ചിരുന്നെങ്കിലും ഇന്ന് നമ്മൾ RCMനെ വളരെയധികം നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോവാണ്. അതിന് റീസൺ എന്താണ്? അതിന് റീസൺ ഒന്നെങ്കിൽ നമുക്ക് ആരോഗ്യം കിട്ടി, ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യം കിട്ടി. അപ്പോൾ RCMന് പറയണതൊക്കെ ശരിയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ എതിർപ്പ് കണ്ടിട്ടാണെങ്കിലും, നമുക്ക് ചെറിയൊരു എതിർപ്പ് ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു, അതിന്റെ ഭാഗമായിട്ട് ചെറിയ വരുമാനമൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഇതിൽ വരുമാനം വരുന്നുണ്ടല്ലേ, അത് ചിലപ്പോൾ അതായിരിക്കും കാരണം. നമുക്ക് ചെറിയൊരു വരുമാനമൊക്കെ വന്നതായിരിക്കും ചിലപ്പോൾ ഒരു കാരണം. അതും അല്ലെങ്കിൽ നമ്മുടെ ലീഡർമാര് കഴുത്തിൽ കയറിട്ടിട്ട് വലിച്ചു കൊണ്ടുപോയി ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങിൽ എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞ് മീറ്റിങ്ങിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ടാവും. ഒരു മീറ്റിങ്ങിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ടാവും. ആ മീറ്റിങ്ങിൽ ഇരുന്നപ്പോ പല ആളുകളും വിജയിച്ച ആളുകളെ കണ്ടപ്പോൾ ഇവർക്കൊക്കെ ആവുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് തോന്നിയോണ്ട് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടാവാം, അല്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നില് നമ്മുടെ ഒരു പ്രവർത്തനം ഉണ്ടായതുകൊണ്ടല്ലേ, ഉൽപ്പന്നം ഉപയോഗിച്ചുകൊണ്ടല്ലേ ആരോഗ്യം കിട്ടിയത്, ആരോഗ്യം കിട്ടാൻ വേണ്ടി. ഇനി അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആരെങ്കിലുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടാണല്ലോ ചെറിയ വരുമാനം വന്നിട്ടുണ്ടാവുക. ഇനി അതും അല്ലെങ്കിൽ ലീഡർമാര് കുറെ കിടന്ന് വിളിച്ചപ്പോൾ ലാസ്റ്റ് എന്നാ പിന്നെ പോയേക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച്
ചീത്തൊക്കെ മനസ്സിൽ ചീത്ത വന്നിട്ടാണെങ്കിലും ആ മീറ്റിങ്ങിന് പോയതുകൊണ്ടല്ലേ. അപ്പൊ ഈ പോവുക, ഉപയോഗിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രവർത്തനമല്ലേ, അതൊക്കെ ഒരു ആക്ഷന്റെ ഭാഗമല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ എടുത്തുകൊണ്ടാണല്ലോ നമ്മള് ഇതിലേക്ക് വരാൻ കാരണം ഉണ്ടായേ. അപ്പോ ഇത് തന്നെയാണ് നമ്മുടെ കൂടെ വന്ന ആളുകളും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മുടെ കൂടെ വന്ന ആളുകളും അവർ RCA നമുക്ക് പലപ്പോഴും തോന്നാറില്ല, എൻ്റെ കൂടെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷെ എല്ലാവരും പ്രവർത്തിക്കണില്ലല്ലോ. അപ്പൊ എല്ലാവരും പ്രവർത്തിക്കാൻ വേണ്ടി അവരെന്താ ചെയ്യുക, ഞാനിപ്പോ എന്താ ചെയ്യുക എന്ന് നമുക്ക് തോന്നുമ്പോ നമ്മൾ വെറുതെ ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. എന്റെ ലീഡർ എന്നെ ഇതിൽ ആക്റ്റീവ് ആക്കാൻ വേണ്ടി എന്താ ചെയ്തേ? എന്റെ ലീഡർ എന്നെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി എന്താ ചെയ്തേ? അതേ കാര്യങ്ങൾ ഞാൻ എൻ്റെ കൂടെ വന്ന ആളുകളുടെ അടുത്ത് ഞാൻ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല എങ്കിൽ അത് ചെയ്താൽ മതി. നമുക്ക് ആക്ഷൻ ഓറിയന്റഡ് ആവും, ആളുകൾ പതുക്കെ പതുക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങും. അപ്പോ ഞാൻ സത്യത്തിലേക്ക് ഇതില് ഒന്ന് തിരിഞ്ഞു നോക്കാൻ കാരണം, തുടക്കത്തിലൊക്കെ എനിക്ക് എതിർപ്പൊന്നും അങ്ങനെ എതിർപ്പല്ല, പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കേൾക്കുമ്പോ ഉണ്ടായിരുന്ന ആ ഒരു നെറ്റിച്ചുളിവ്, അതുകൊണ്ട് മാത്രം ഇതിലേക്ക് വരണ്ടെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ അപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി തന്നെ മതി, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ജോലിയാണ്, അതുകൊണ്ട് ആ ജോലി തന്നെ മതി, ഇതിൽ അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പോയാൽ മതി എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു. വേറെ വലിയ ചിന്തകളൊന്നും, വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗിരീഷ് സാറ് ഒരു അപരിചിതനാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലൊരാളാണ്. പക്ഷെ തുടക്ക സമയങ്ങളിൽ അദ്ദേഹം ഒരു അപരിചിതനാണ്, ഞങ്ങൾക്ക് ഒരു പരിചയമില്ല. വീട്ടിൽ വന്നതാണ്. ഒരു ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ഫാമിലിയുടെ റിലേഷൻ സാറിനുണ്ട്. അപ്പോൾ ആ ഒരു ഇതിന്റെ രീതിയിൽ അങ്ങനെ വന്നു, ഞങ്ങളുമായിട്ട് പരിചയം, ഞങ്ങളുടെ വീട്ടിൽ വന്നു, എൻ്റെ അമ്മോട് RCനെ കുറിച്ച് പറഞ്ഞു. ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന്, പണ്ട് അമ്മ RCന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന് അറിയുന്നതുകൊണ്ടും സാറ് വീണ്ടും വന്ന് പറഞ്ഞപ്പോൾ ഉൽപ്പന്നങ്ങൾ കിട്ടാതായപ്പോഴാണ് എൻ്റെ അമ്മ പണ്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ നിർത്തിയത്. അപ്പോൾ വീണ്ടും ഇത് കിട്ടാനുണ്ടെന്ന അവസരം മനസ്സിലാക്കിയപ്പോൾ വീണ്ടും എന്നാ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാന്നുള്ള രീതിക്ക് വന്നു. അപ്പൊ പണ്ടും RC ബിസിനസ് ആയിട്ടൊന്നും വലിയ കാര്യം ചെയ്തിരുന്നില്ല. ഇപ്പോഴും ജോയിൻ ചെയ്യുമ്പോൾ അമ്മ പറഞ്ഞത് ബിസിനസ് ആയിട്ടൊന്നും ചെയ്യില്ല, ഒന്നും ചെയ്യാൻ ഉദ്ദേശമില്ല, ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു ചെയ്തേക്കാം എന്ന് പറഞ്ഞു. സാർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ വിട്ടില്ല. നമ്മളെന്താ ചെയ്യാ? നമ്മൾ അങ്ങനെ ഒരാൾ പറഞ്ഞേക്കുമ്പോ നമ്മൾ വിചാരിക്കും എന്നാ ശരിയാ, വേണ്ട, ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ പിന്നെയും അവരുടെ പിന്നിൽ ഇങ്ങനെ നിക്കണം, ഫോളോ അപ്പ് ആയിട്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ബന്ധം ഉണ്ടാക്കണം. സാർ ആദ്യം അതാ ചെയ്തേ, സാർ ഇന്നും അതന്നെ ചെയ്യാറ്. നമ്മള് ബന്ധം ഉണ്ടാക്കണം. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വന്നു, പതുക്കെ ഉൽപ്പന്നങ്ങൾ ഓരോന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോ ഇവിടെ വരുന്ന ഓരോ മാറ്റങ്ങളും സാർ ഇങ്ങനെ നോട്ട് ചെയ്യും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ കൂടെ പോകുമ്പോഴൊക്കെ കയറും. ഞങ്ങളുടെ വീട്ടിലെ പോകുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്കായിട്ട് വരുന്ന തന്നെയാ, പക്ഷെ നമ്മളോട് പറയാ അങ്ങനെയാ, ഈ വഴിക്ക് പോയപ്പോ കയറുക എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പതുക്കെ വരികയും, അപ്പൊ നമ്മളാരും ചിന്തിച്ചു നോക്കാം, നമ്മള് ഒരു 10 തവണ നമ്മുടെ വീട്ടിലേക്ക് ഒരു വ്യക്തി വരുന്നു, സ്വാഭാവികമായിട്ട് അവരായിട്ട് പരിചയമാവില്ലേ? അത്യാവശ്യം നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങിയില്ലേ? അവര് നമ്മുടെ ഒരു ഒരു ഗസ്റ്റ് എന്ന അപ്പിയറൻസ് മാറി നമ്മുടെ വീട്ടിലത്തെ ഒരാളെന്ന രീതിക്കൊക്കെ മാറി തുടങ്ങിയില്ലേ പതുക്കെ പരിചയം കൂടുമ്പോൾ. അപ്പൊ അങ്ങനെ പരിചയം കൂടി വന്നപ്പോ സാർ ഒരു ദിവസം മീറ്റിങ്ങുകൾ വെക്കേണ്ട ഒരു ആവശ്യകത പറഞ്ഞു. അപ്പൊ അപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ആരോഗ്യ ഗുണങ്ങളൊക്കെ കിട്ടി തുടങ്ങി. അപ്പൊ ആരോഗ്യ ഗുണങ്ങൾ കിട്ടി തുടങ്ങിയപ്പോ സാറ് പറഞ്ഞു, മാഡത്തിന് ഇങ്ങനെ ആരോഗ്യ ഗുണങ്ങൾ കിട്ടിയല്ലോ, അപ്പൊ ഈ ആരോഗ്യ ഗുണങ്ങള് ഒന്ന് മറ്റുള്ളവർക്ക്, മാഡത്തിന് അറിയുന്ന ഒരു 4 പേർക്ക് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അവർക്കത് ഒന്ന് ഷെയർ ചെയ്ത് നല്ലതല്ലേ? അപ്പൊ അത് ഷെയർ ചെയ്യാൻ വേണ്ടി അവരൊന്ന് വിളിച്ചു കൂട്ടു. ഞാൻ വന്ന് മീറ്റിംഗ് ക്ലാസ് ഞാൻ എടുത്തോളാം, പക്ഷെ അവരെ വിളിച്ചു കൂട്ടാലോ. അപ്പൊ അങ്ങനെയായി വിളിച്ചു കൂട്ടാൻ തുടങ്ങി. പിന്നെ അത് സ്ഥിരമായി. നമ്മൾ ഈ വിളിച്ചു കൂട്ടണതിനെ വിളിക്കുന്ന പേരാണ് ഹോം മീറ്റിംഗ്. പലർക്കും ഹോം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ കീറാമുട്ടിയാ. ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത് കീറാമുട്ടിയല്ല. നമ്മൾ ഈ ഹോം മീറ്റിംഗ് കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങണം. അപ്പൊ ഹോം മീറ്റിംഗ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ വീട്ടില് ആളുകള് ആദ്യമൊക്കെ ഹോം മീറ്റിംഗ് വയ്ക്കുമ്പോ 2 പേര് 3 പേര് ഇതൊക്കെ വന്നിരുന്നേ. 40 പേരൊക്കെ വിളിച്ചിട്ടാണ് 3 പേരൊക്കെ വരണേ, അത് വേറെ കാര്യം.
40-50 പേരെ വിളിച്ചിട്ടാണ് ഈ 3 പേര് 4 പേരൊക്കെ വരണേ. അങ്ങനെ 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 ഹോം മീറ്റിംഗ് വെക്കാൻ തുടങ്ങി. ഒരു ചെയിനായിട്ട് ഹോം മീറ്റിംഗ് വെക്കാൻ തുടങ്ങി. അപ്പോൾ ഹോം മീറ്റിംഗ് ഓരോന്ന് വെക്കാൻ തുടങ്ങിയപ്പോൾ പതുക്കെ പതുക്കെ ആയിക്കൊള്ളാനും നല്ല കാര്യമല്ലേ, മറ്റുള്ളവർക്കും കൂടി കൊടുക്കാലോ. അപ്പം നമ്മള് എനിക്ക് ചിലപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ വീട്ടിലുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വർക്ക് ചെയ്യണോടത്ത് ഞാൻ സൂപ്പർവൈസർ ആയിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് വരാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ നൈറ്റ് കയറും, പകല് ഞാൻ വീട്ടിലുണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പം ഞാൻ വീട്ടിലുള്ള സമയത്തൊക്കെ സംഭവം ഞാൻ മീറ്റിങ്ങിന് ഇരിക്കൊന്നുമില്ല, റൂമിലിരിക്കുകയായിരിക്കും. പക്ഷെ റൂമിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്ര ചെവി പൊത്തിരുന്നാലും ക്ലാസ് കേൾക്കാണ്ടിരിക്കുമോ റൂമിലിരിക്കുമ്പോൾ? അപ്പൊ റൂമിലിരിക്കുകയാണെങ്കിലും മൊബൈലൊക്കെ ഇരിക്കുകയാണെങ്കിലും അപ്പുറത്ത് മീറ്റിംഗ് നടക്കുന്നത് കേൾക്കാം. അങ്ങനെയൊക്കെ കേൾക്കാൻ തുടങ്ങി. പിന്നെ പിന്നെ പതുക്കെ പതുക്കെ അമ്മ ഡോക്ടർ ആൻസറുടെ ക്ലാസ് കേൾക്കാൻ തുടങ്ങി. ഇതൊക്കെ ഒരു 2-3 മാസത്തിനിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ ചൂടാറാണെന്ന് മുമ്പേ പിടിക്കണമെന്ന് പറയില്ലേ പിന്നാലെ. അപ്പൊ ജോയിൻ ചെയ്ത് 2-3 മാസത്തിനുള്ളിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനത്തെ കുറച്ച് പ്രോസസ്സിങ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ വീട്ടിൽ എത്ര ഹോം മീറ്റിംഗ് വെച്ചു. നമ്മൾ പലപ്പോഴും നമുക്ക് വീട് എന്താ പറയുക, ഹോം മീറ്റിംഗ് വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോം മീറ്റിങ്ങിന്റെ എണ്ണം കുറയ്ക്കും, ഹോം മീറ്റിംഗ് ചെയ്ത് കുറയും. സത്യത്തിൽ ഹോം മീറ്റിങ്ങിന്റെ എണ്ണം കുറയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന പ്രശ്നം എന്താ അറിയോ? നമുക്ക് ഹോം മീറ്റിംഗിന്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ജോയിനിങ്ങിന്റെ എണ്ണം കുറയും. ജോയിനിങ് വിചാരിച്ച് ഇതിൽ വരാതെയാവും. പിന്നെ ഹോം മീറ്റിംഗിന്റെ എണ്ണം കുറയുമ്പോൾ ജോയിനിങ് വിചാരിച്ചിട്ട് ഇതിൽ വരാതെ ആവുന്നത് മാത്രമല്ല, നമ്മൾക്കൊരു ഹോൾ പ്രോഗ്രാം വെച്ചാൽ ആ ഹോൾ പ്രോഗ്രാമിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ട് വരും. ആ ഹോൾ പ്രോഗ്രാമിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയും. ഇത് ഭയങ്കര കണക്ഷനാ ഈ സാധനം. ഈ ഹോം മീറ്റിങ്ങും ഹോൾ മീറ്റിങ്ങും തമ്മിൽ ഭയങ്കര നല്ല കണക്ഷൻ ഉണ്ട്. പക്ഷെ ഇത് പലർക്കും അറിയില്ല. ഞങ്ങളൊക്കെ തുടക്ക സമയത്ത് ഹോം മീറ്റിംഗ് നടത്തിയ സമയത്തൊക്കെ ഹോൾ പ്രോഗ്രാമിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇല്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറച്ചെങ്കിലും ഒരു 2 പേരെങ്കിലും ഹോൾ പ്രോഗ്രാമിന് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇപ്പൊക്കെ പലപ്പോഴും ഞാൻ നോക്കുമ്പോൾ പല ലീഡർമാരും ഇന്നത്തെ കാലത്ത് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ലീഡർമാർ പലരും നോക്കുമ്പോൾ അവർക്ക് ഹോൾ പ്രോഗ്രാമിലേക്ക് ആളുകളെ കൊണ്ടുവരാനില്ല. ഒരു ഹോൾ പ്രോഗ്രാം വെച്ചാൽ എന്തിന്, വീടിന്റെ അവിടുന്ന് 200 മീറ്റർ അപ്പുറത്ത്, 1/2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഹോളില് പ്രോഗ്രാം വെച്ചാൽ പോലും ഒരു 2 പേരെ എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ? അവർ ആദ്യമായിട്ട് ആളുകളെ വിളിക്കുന്നത് ആ ഹോൾ പ്രോഗ്രാമിലേക്കാണ്. ആദ്യമായിട്ട് ഒരു ഹോൾ പ്രോഗ്രാമിലേക്ക് ആളുകൾ വിളിക്കുമ്പോൾ അവർ വരാൻ സാധ്യത കുറയും. ഇനി അവർ ഹോൾ പ്രോഗ്രാം വന്നാൽ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാധ്യതയും കുറവായിരിക്കും. കാരണം എന്താ, ഹോൾ പ്രോഗ്രാമിൽ എത്രത്തോളം കാര്യങ്ങൾ ഡീപ്പായിട്ട് പറയും. ഒരു ഹോം മീറ്റിങ്ങിലെ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയാൻ പറ്റുള്ളൂ. മാർക്കറ്റിംഗ് പ്ലാൻ ഇത്തിരി വിശദീകരിച്ച് പറയാൻ പറ്റുന്നത് ഹോം മീറ്റിങ്ങിലല്ലേ. ഹോൾ പ്രോഗ്രാമിൽ വിശദീകരിച്ച് പറയാൻ പറ്റുമോ? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു 10 പ്രൊഡക്റ്റിന്റെ വില വ്യത്യാസം വിശദീകരിച്ച് പറയാൻ പറ്റുന്നത് ഹോം മീറ്റിങ്ങിലല്ലേ. ഹോൾ പ്രോഗ്രാമിൽ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഒരു 1-2 പേരുടെ അനുഭവങ്ങൾ പറയിപ്പിക്കാൻ പറ്റണത് ഹോം മീറ്റിങ്ങിലല്ലേ ഏറ്റവും കൂടുതൽ പറയിപ്പിക്കാൻ പറ്റുക. ഹോൾ പ്രോഗ്രാമിൽ പറയിപ്പിക്കാൻ പറ്റുമോ? അതും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോ എന്നിട്ടും നമ്മുടെ കൂടെ വരുന്ന ആദ്യമായിട്ട് ഹോൾ പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ അത് അവരുടെ ഭാഗ്യം. അപ്പൊ നമ്മൾ അവരെ പിന്നാലെ ഫോളോ അപ്പ് ചെയ്യണം. ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ ശരിക്കും ഒരു ഹോം മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ പാറ്റേൺ ശരിക്കും അങ്ങനെ വരണ്ടേ. നമ്മൾ ചെയ്യാൻ നമ്മൾ ആദ്യം ഒരു ഹോം മീറ്റിംഗ് നടത്തി. നമ്മുടെ വീട്ടിൽ എത്ര ഹോം മീറ്റിംഗ് വയ്ക്കാൻ പറ്റും അത്രയും വെക്കണം. എൻ്റെ വീട്ടിൽ ഒരു വർഷം 48 ഹോം മീറ്റിംഗ് നടന്നുണ്ട്. ഒരു വർഷം. നമ്മളിവിടെ വന്നിട്ട് 1, 2, 3 വർഷമായ ആൾക്കാരുണ്ട്. ഇത്രയും ഹോം മീറ്റിംഗ് നമ്മുടെ വീട്ടിൽ മാത്രം നടന്നോ? നമ്മുടെ സ്വന്തം വീട്ടിൽ ഇത്രയും ഹോം മീറ്റിംഗ് നടന്നോ? ഇത്രയും വേണ്ട, 30 എണ്ണെങ്കിലും ഒരു വർഷം നടത്തിക്കൂടെ? ഇനി അതും വേണ്ട, ഒരു മാസം ഒരെണ്ണം വെച്ച് നോക്കിയാൽ 12 ഹോം മീറ്റിംഗ് നമ്മുടെ വീട്ടിൽ നടത്തിക്കൂടെ? പല പല പേരിട്ടോ നിങ്ങൾ ഹോം മീറ്റിംഗിന്. ഞങ്ങളൊക്കെ പല പല പേരിടും ഹോം മീറ്റിംഗിന്. ആദ്യം ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, പിന്നെ ന്യൂട്രീഷൻ ബോഡി സ്കാനിങ് ക്ലാസ്, പിന്നെ നമ്മൾ വേറെ പേര് കണ്ടെത്തും. അങ്ങനെ പല പല പേരുകൾ കണ്ടെത്തും. ഓക്കെ. പല പല ലീഡറായിരിക്കും വരാം. നമുക്ക് തുടക്കത്തിൽ പിന്നെ നമുക്ക് ആകെ ഗിരീഷ് സാറ് മാത്രമേ ഒരു ഹോം മീറ്റിംഗ് എടുക്കാൻ ഒരാളുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അന്ന് മൊത്തം ഗിരീഷ് സാറാ വന്നിരുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇപ്പൊ 48 ഹോം മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിലൊരു
ഓൾമോസ്റ്റ് ഒരു 30ഓളം ഹോം മീറ്റിംഗ് ഗിരീഷ് സാർ തന്നെ എടുത്തിട്ടുണ്ടാവാം. ബാക്കി 18ഓളം ആയിരിക്കും അനിരുദ്ധ സാറൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ കൂടുതൽ അതാ എത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ അന്ന് അത്രേ ഉള്ളൂ ഹോം മീറ്റിംഗ് എടുക്കാൻ ലീഡർമാർ, അത്രേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഹോം മീറ്റിംഗ് എടുക്കുന്ന ലീഡർമാർ എത്ര പേരുണ്ട് അല്ലേ? ഇപ്പൊ സുരേഷ് സാർ അടിപൊളിയായിട്ട് ഹോം മീറ്റിംഗ് എടുക്കും. ബോഡി സ്കാനിങ് ക്ലാസ് ഒക്കെ ഒരുപാട് നടത്തുന്ന വ്യക്തിയാണ് സുരേഷ് സാറ്. സുരേഷ് സാറ് നടത്തും, ജിനേഷ് സാറ് നടത്തും, എൻ്റെ അറിവിൽ ആൻസി മാഡം ഹോം മീറ്റിംഗ് നടത്തും. ഇഷ്ടം പോലെ ആളുകള്, ഷാജി സാറ്, അലനൊക്കെ ഹോം മീറ്റിംഗ് ഒക്കെ എടുപ്പിക്കണം. കാരണം ചെറുപ്പക്കാരാണ് നമ്മുടെ വീടുകളില്. ചെറുപ്പക്കാരുടെ ഒരു കൺസെപ്റ്റിലൊക്കെ ക്ലാസ് ഒക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ ആ വീട്ടിലെ പിള്ളേര് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? ആ വീട്ടിലെ പിള്ളേര് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും RCMനെ. കാരണം ചെറുപ്പക്കാർ ഹോം മീറ്റിംഗ് എടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന അത്രയ്ക്കും അവര് എടുക്കുമ്പോൾ ചിലപ്പോൾ ഭംഗിയാവില്ല. പക്ഷെ എടുപ്പിക്കണം നമ്മള്. കാരണം ഗിരീഷ് സാറ് വിചാരിക്കാണ് ഞാൻ എടുക്കണ അത്രയും ഭംഗിയാവില്ല ഹോം മീറ്റിംഗ് സുരാഗ് എടുക്കണത് എന്ന് വിചാരിച്ചിട്ട് ഗിരീഷ് സാർ എന്നെ കൊണ്ട് എടുപ്പിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഇന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പോലും എനിക്ക് കഴിയില്ലായിരുന്നു. മനസ്സിലായോ? അപ്പോ എല്ലാം എവിടെ നിന്ന് തുടക്കം? ഒരു ഹോം മീറ്റിംഗ് എന്നാ. ആ ഹോം മീറ്റിംഗിൽ വന്ന് അതിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് RCMന്റെ കൺസെപ്റ്റ് ചെറുതായിട്ട് മനസ്സിലാക്കി, RCM എന്താണെന്നൊക്കെ മനസ്സിലാക്കിയ ആളുകളെ തന്നെ നിങ്ങൾ ഒരു ഹോൾ പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ വേണ്ടി ക്ഷണിക്കുക. അപ്പൊ എന്തുണ്ടാവും? ഒരു 10 ഹോം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ, ഒരു ഹോം മീറ്റിംഗിൽ 10 പേര് വെച്ച് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ 10 ഹോം മീറ്റിംഗിൽ നിന്ന് 100 പേര് പങ്കെടുത്തിട്ടുണ്ട്. 100 പേരുടെ ലിസ്റ്റ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. 10 ഹോം മീറ്റിംഗിലായിട്ട് പങ്കെടുത്ത 100 പേരുണ്ട്. ആ 100 പേരെ നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് RCM എന്താണെന്ന് അറിയാം. അപ്പൊ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ആഗ്രഹം ജനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ള ഈ 100 പേരിൽ അങ്ങനെ ആഗ്രഹമുള്ള ഒരു 20% ആളുകൾ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 20 പേര് ഉണ്ടാവില്ല. അങ്ങനെ ആഗ്രഹം വരുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച വേണ്ട 20 വേണ്ട 10 പേരുണ്ടാവും. ആ 10 പേരെ ഹോൾ മീറ്റിംഗിൽ എത്തും. 100-ൽ ചിലപ്പോൾ ഒരു 10-20 പേര് ആളുകൾ ഹോൾ മീറ്റിംഗിൽ എത്തും. ആ ഹോൾ മീറ്റിംഗിൽ വന്ന ആ 10-20 ആളുകള് അവരെ സംബന്ധിച്ച ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, അനുഭവങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ ഗുണങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഹോൾ മീറ്റിംഗ് വന്നു കഴിയുമ്പോൾ പിന്നെ അവരുടെ ശ്രദ്ധ മുഴുവൻ എവിടെയായിരിക്കും? പിന്നെ അവരുടെ ശ്രദ്ധ മുഴുവൻ ഇതിൽ എന്താണ് കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ടോ, ഇതൊക്കെ ആയിരിക്കും അവർ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ ഹോൾ മീറ്റിംഗിൽ വരുമാന സാധ്യതയും മറ്റു കാര്യങ്ങളൊക്കെ ലീഡർമാർ പറയുന്നതൊക്കെ കാണണേ. അത് കാണുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും, എനിക്കും ചെറുതായിട്ട് ചെയ്താലോ. അങ്ങനെ 10 പേരിൽ നിന്ന് 2 പേര് തീരുമാനം എടുത്താൽ, 10 പേരിൽ എല്ലാവരും തീരുമാനം എടുക്കില്ല, പക്ഷെ 10 പേര് 2 പേര് തീരുമാനം എടുത്താൽ അത് നിങ്ങളുടെ ബിസിനസിന്റെ ഗതി മാറ്റും. മനസ്സിലായോ? എൻ്റെ വീട്ടിൽ നടന്ന ഹോൾ പ്രോഗ്രാമുകളിൽ 5ാമത്തെ ഹോൾ പ്രോഗ്രാം അല്ല, ഹോം മീറ്റിങ്ങുകളിൽ 5ാമത്തെ ഹോം മീറ്റിംഗിന് വന്ന വ്യക്തിയാണ് എൻ്റെ കസിൻ ബ്രദറായുള്ള സജീവ് സാറ്. എൻ്റെ ജ്യേഷ്ഠനും കൂടിയാണ് അദ്ദേഹം, സജീവ് സാറിനോട് എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷെ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ ഒരു മൊത്തം ടീമിന്റെ ഗതി തന്നെ മാറി. വേറെ ലെവലിലേക്ക് ആ ബിസിനസ്സിനെ കൊണ്ടുപോയി അദ്ദേഹം. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കൂടെ 100 പേര് വരുമ്പോഴല്ല ഈ ബിസിനസ്സിന് മാറ്റം വരാം. ഒരാള് വന്നാൽ മതി ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ. അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഹോം മീറ്റിംഗ് നടത്തിയതിന്റെ ഭാഗമായിട്ട് എനിക്ക് എൻ്റെ മറ്റൊരു സൈഡിൽ അറിയാം, നമുക്ക് ഒരു സൈഡിൽ സജീവ് സാറും വന്നു, അടുത്ത സൈഡിലേക്ക് ഒരു നന്ദൻ എന്ന് പറഞ്ഞൊരു സാറിനെ കിട്ടി. എനിക്ക് 29 ജോയിനിങ്ങിന് ശേഷം എൻ്റെ ബേസിൽ 29 ജോയിനിങ് കഴിഞ്ഞിട്ടാ നമ്മൾ പറയില്ലേ സാറേ 15 ജോയിനിങ് ഒക്കെ ആയി സാറേ ബേസിൽ, ഇതുവരെ ഒരാളെ കിട്ടിയിട്ടില്ല എന്ന് പറയില്ലേ. എനിക്ക് 29 ജോയിനിങ്ങിന് ശേഷം 30ാമത്തെ ജോയിനിങ് ആയിട്ട് കിട്ടിയൊരു വ്യക്തിയാണ് നന്ദന സാറ്. അദ്ദേഹം എൻ്റെ ആ സൈഡിന്റെ ഗതി മാറ്റി തന്നു. ആ സൈഡിന്റെ വളർച്ചയുടെ മേഖല അല്ലെങ്കിൽ റൂട്ട് വേറെ ആക്കി തന്നു അദ്ദേഹം. നമ്മളവരെയൊക്കെ സപ്പോർട്ട് ചെയ്തു. മനസ്സിലായോ? കാരണം അദ്ദേഹത്തിന് എനിക്ക് കിട്ടിയത് ഹോം മീറ്റിംഗിലാ. അപ്പൊ എന്റെ ടീമിൽ ആക്റ്റീവ് ആയുള്ള എത്ര ലീഡേഴ്സ് ഉണ്ടോ അവരൊക്കെ എനിക്ക് കിട്ടിയത് ഹോം മീറ്റിംഗിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഹോം മീറ്റിംഗിൽ നിന്ന് അവരെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അവരെ ഹോൾ പ്രോഗ്രാമിലേക്ക് എത്തിക്കും. സജീവ് സാറിനെ ഹോൾ പ്രോഗ്രാമിൽ എത്തിച്ചിട്ടുണ്ട്, ബിജു സാറിനെ ഹോൾ പ്രോഗ്രാമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബിജു സാറിനെ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ആ ഹോൾ പ്രോഗ്രാം അങ്ങോട്ട് പോയി തരാൻ.
സജീവ് സാറ് വിജയ് സാറിനെ ആദ്യം കൊണ്ടുവന്നത് ഹോൾ പ്രോഗ്രാമിലേക്കാ. പക്ഷെ അത് റയറ് കേസുകളാ. ചിലവര് മാത്രമേ ഒരു ഹോൾ പ്രോഗ്രാമിൽ നിന്ന് കാര്യം മനസ്സിലാക്കി കത്തുള്ളൂ. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ ഒരു ഹോം മീറ്റിങ്ങിലൂടെ നമ്മൾ ഹോൾ പ്രോഗ്രാമിലേക്ക് പ്രൊമോഷൻ ചെയ്യാൻ പഠിക്കണം, അതിലേക്ക് കൊണ്ടുപോകാൻ നോക്കണം. ഇനി ഹോൾ പ്രോഗ്രാമിൽ എത്തിയുള്ള ഗുണം എന്താ? അവിടെ വലിയ വലിയ ആളുകളാണ്. സജീവ് സാറ് ശരിക്കും ഹോൾ പ്രോഗ്രാം ചാലക്കുടിയിലെ SNDP ഹാളിൽ നടന്നൊരു പ്രോഗ്രാമിൽ സജീവ് സാറ് വന്നപ്പോ സജീവ് സാറ് പലപ്പോഴും പറഞ്ഞു കേട്ടോ നിങ്ങള്, കുറെ ആളുകൾ ഇങ്ങനെ സ്റ്റേജിൽ ട്രോഫി ഒക്കെ പിടിച്ചിരിക്കുന്നു. അതില് കൂലിപ്പണിക്കാരനുണ്ട്, ഗവൺമെന്റ് ജോലിക്കാരുണ്ട്, പ്രൈവറ്റ് ജോലിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെറിയ ചെറിയ രീതിയിൽ ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ നിരന്ന് നിൽക്കുക, ഒരേ പൊസിഷൻ അച്ചീവ് ചെയ്തിട്ട് അതിന്റെ ട്രോഫി വാങ്ങിച്ച് പല മേഖലയിൽ നിൽക്കുന്ന ആളുകൾ നിരന്ന് നിൽക്കുന്നു. ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ തോന്നുക? ഇവർക്കൊക്കെ ആവാമെങ്കിൽ എനിക്കും ആയിക്കൂടെ ഇല്ലേ? ഈ ഒരു തോന്നൽ ഉണ്ടാവണമെങ്കിൽ അത് ഹോൾ പ്രോഗ്രാമിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെ ഒരു ചെയിനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയില്ലേ? ഒരു ഹോം മീറ്റിംഗ്, ഒരു ഹോൾ പ്രോഗ്രാം, അതിൽ നിന്ന് പിന്നെ ഒരു ചെറിയ കുഞ്ഞ് സ്മോൾ വിഷൻസ് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു രാജഗിരി പോലത്തെ ഒരു പ്രോഗ്രാം ആദ്യം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ ഹോൾ പ്രോഗ്രാം അവിടെ നിന്ന് വേണം രാജഗിരിലേക്ക് കൊണ്ടുവരാൻ. തുടക്കം തന്നെ രാജഗിരിലേക്ക് കൊണ്ടുവന്നാൽ വല്ലതും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല. കാരണം അവിടെ മാർക്കറ്റിംഗ് പ്ലാൻ പറയില്ല തന്നെ വളരെ കുറവാ. അപ്പോ അതുകൊണ്ടാണ് ലീഡർമാർ എന്ത് ചെയ്യണേ, നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ നമുക്ക് ഹോൾ പ്രോഗ്രാം വെക്കുന്നത്. ഇപ്പൊ നാളെ നമുക്ക് നമ്മുടെ ഗിരീഷ് സാറ്, നമ്മുടെ ഗ്രേറ്റ് ക്രിയേറ്റർ, നമ്മുടെ എല്ലാവരും മെൻറ്റർ എടുത്ത റൂബി ഗിരീഷ് സാറിന്റെ ഒരു പ്രോഗ്രാം പറവൂര് വെച്ചിട്ടുണ്ട് അല്ലേ? ഗിരീഷ് സാറിനൊക്കെ അതുപോലെ ഒരു പ്രോഗ്രാം കിട്ടാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കണം. കാരണം റൂബി അച്ചീവറാണ്, റൈസിംഗ് കോൾ ലീഡറാണ്. ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ റൈസിംഗ് കോൾ ലീഡർ ആയിട്ടുള്ള ആളുകളൊക്കെ അവരൊന്നും ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ അവർ വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നോർത്ത് ഇന്ത്യയിലൊന്നും ഇങ്ങനെ വരില്ല. നോർത്ത് ഇന്ത്യയിൽ റേസിംഗ് കോൾ ലീഡർമാര് ഒരു ഹോൾ നമ്മളെ ലോക്കലി നമ്മൾ നടത്തുന്ന ചെറിയ 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 ഹോൾ പ്രോഗ്രാമുകളിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊന്നും വരില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ അവിടെ വലിയ പ്രോഗ്രാമുകളിലേക്കാണ് അവരെ വിളിക്കുള്ളൂ. പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഏതൊരു ഹോൾ പ്രോഗ്രാമിലേക്കും പോകാനുള്ള ഒരു രീതിയിലേക്കാണ് കേരളത്തിലെ ആളുകളുടെ ലീഡേഴ്സിനെ മൂർത്തി സാറ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ലീഡർമാരെ കിട്ടുന്നത്. അപ്പൊ നമ്മള് ഗിരീഷ് സാറല്ലേ പറഞ്ഞത്, അങ്ങനെ ഒരു സാമട്ടിൽ അതിനെ കണ്ടാൽ ആർക്കാ നഷ്ടം? അവർക്ക് മാത്രം നഷ്ടമാകുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എത്രമാത്രം ആളുകളെ നാളെ പങ്കെടുപ്പിക്കാൻ പറ്റുമോ അതിൽ പങ്കെടുപ്പിക്കണം. ഇപ്പൊ ഇതില് സ്റ്റാർ അല്ലാത്ത വൈറ്റൽ അച്ചീവേഴ്സ് ഉണ്ടാവും, ശരിയല്ലേ? സ്റ്റാർ അല്ല, ബിഗിനറും സ്റ്റാർട്ടറും ഓപ്പണറും ഈഗിളും റണ്ണറും വിന്നറും ഒക്കെ ആയുള്ള വൈറ്റൽ അച്ചീവേഴ്സ് ഉണ്ടാവും. അതുള്ള വൈറ്റൽ അച്ചീവേഴ്സ് മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ, സ്റ്റാർ അല്ലാത്തവർ മാത്രം. സ്റ്റാറുകാർ വേണ്ട. കുറച്ച് പേരുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരട്ടെ. ഇത് എന്റെ വഴിയല്ല. എനിക്ക് RCMന് വന്നിട്ട് എനിക്ക് തുടക്കത്തില് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഒരു 1.5 വർഷത്തോളം മൂർത്തി സാറിന്റെ സന്തത സഹചാരിയായിട്ട് നടക്കാൻ പറ്റിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറേ കാര്യങ്ങൾ, നേരത്തെ ദിനേശ് സാറ് സംസാരിച്ചു പറഞ്ഞു, മൂർത്തി സാറിനെ പോലെ ആയി വരുന്നു, നമ്മൾ ആരോടാണ് കൂടുതൽ ഇടപെടുന്നത് അവരെ പോലെ ആയി വരുന്നു പറഞ്ഞിട്ടില്ലേ? അപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇടപഴകാനും എന്താ പറയാ, രാത്രികളിൽ ഒരുപാട് സമയം റൂം ഷെയർ ചെയ്യാനും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത് എനിക്ക് മൂർസാറിന്റെ കൂടെയാണ്. എന്റെ ഒരു തുടക്ക സമയത്ത് എന്റെ ഏറ്റവും കൂടുതൽ യാത്രകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെയാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ ടീമിലെല്ലാവരോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് RCMല് വിജയിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ലീഡർമാരുടെ കൂടെ സഞ്ചരിക്കാൻ പഠിക്കണം. നമ്മൾ എത്ര പേര് നമ്മുടെ ലീഡർമാരുടെ കൂടെ പോകാറുണ്ട്? ഇപ്പോ ലീഡർമാര് ഒരു പ്രോഗ്രാമിന് പോവാണ്, നമുക്ക് അന്നത്തെ ദിവസം വേറെ പരിപാടിയൊന്നും ഇല്ല. ആ ദിവസം നമ്മൾ എത്ര പേര്, ഇപ്പോ ജിനേഷ് സാർ ഒരു പ്രോഗ്രാമിന് പോവാണ്,
ജിനേഷ് സാറിന് പ്രോഗ്രാം എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പൊ നമുക്ക് അന്നത്തെ ദിവസം പ്രോഗ്രാം ഇല്ല. അപ്പൊ നമ്മൾ എത്ര പേര് ജിനേഷ് സാറിനെ വിളിച്ചു ചോദിച്ചിട്ട് സാർ ഇന്ന് എവിടേക്ക് പോണേ, സാർ ഇന്ന് എവിടെ പ്രോഗ്രാം എന്നും പറഞ്ഞിട്ട് സാറിന്റെ കൂടെ പോവാറുണ്ടോ? നമ്മള് ആലോചിച്ച് നോക്കണം. നമ്മൾ ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഇപ്പൊ ആണെങ്കിൽ സാറിന്റെ കയ്യിൽ കാറുണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും സാറിന്റെ കാറിൽ ഒറ്റയ്ക്ക് വരാറ്. ഒറ്റയ്ക്ക് വന്ന് ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിന് പകരം സാറ് പോകുമ്പോൾ സാറിന്റെ കൂടെ കാറിന് പോയി നോക്കി, ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ഹോൾ പ്രോഗ്രാമിൽ കിട്ടുന്നേക്കാൾ കൂടുതൽ അറിവ് ആ കാറിൽ വെച്ച് കിട്ടും. കാരണം അവരുടെ എക്സ്പീരിയൻസ് കാറിൽ ഇങ്ങനെ സംസാരിക്കും നമ്മളോട്. അപ്പോ ഞാൻ മൂർസാറിന്റെ കൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട് മൂർസാർ ഇതുവരെ ഹോൾ പ്രോഗ്രാമിൽ പറയാത്ത കാര്യങ്ങൾ വരെ എനിക്ക് കാറിൽ വെച്ചിട്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ സഞ്ചരിച്ചപ്പോ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ആണ് കേട്ടോ. ഇന്നും ഞാനത് പ്രാവർത്തികത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. നമ്മൾ വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോ. നമ്മുടെ നാട്ടില് ഒരു ഹോൾ പ്രോഗ്രാം ആക്കാണ്. ഇപ്പൊ നാളെ നിങ്ങൾക്ക് ഒരു ഹോൾ പ്രോഗ്രാം ഉണ്ട്. ഇനി നമുക്ക് രാജൻ സാറൊക്കെ അറേഞ്ച് ചെയ്ത് വരാറൊക്കെയുണ്ട്. അപ്പൊ ഒരു മാസം നമ്മൾ ഇന്ന് മുതൽ തീരുമാനം എടുക്കാം. ഒരു മാസം 2 പേരെ ഞാൻ ഒരു ഹോൾ പ്രോഗ്രാമിലേക്ക് സ്പോൺസർ ചെയ്യും. ഒരു മാസം 2 ആളുകളെ ഞാൻ ഒരു ഹോൾ പ്രോഗ്രാമിലേക്ക് സ്പോൺസർ ചെയ്ത് കൊണ്ടുവരും. സ്പോൺസർ ചെയ്ത് കൊണ്ടുവരാൻ എന്താ, 1 പുതിയ ആൾക്കാരായിരിക്കും, 2 അവരുടെ ഫീസ് എടുക്കുന്നത് നമ്മളായിരിക്കും. 250 രൂപ മിനിമം, 250 രൂപ വരുമല്ലോ ടിക്കറ്റിന്റെ ചാർജ്. അപ്പൊ 250 രൂപ 500 രൂപ, 2 പേർക്ക് 500 രൂപ. ഒരു മാസം ഒരു 500 രൂപ ഞാൻ പുതിയ ആളുകളെ, പുതിയ 2 പേരെ ഹോൾ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഞാൻ 500 രൂപ ചെലവാക്കും. ഓക്കെ, 2 പേർക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ. ഇങ്ങനെ ഞാൻ എല്ലാ മാസവും ചെയ്യും. ഇതൊരു ഉറച്ച തീരുമാനം എടുക്കുന്നു. അങ്ങനെ ഒരു വർഷം എത്തുന്നു. ഒരു 12 മാസം കഴിയുമ്പോൾ, ഒരു വർഷത്തിനിടയിൽ എത്ര പേര് നമ്മൾ ഇതുപോലെ പുതിയ ആളുകൾ എത്തിച്ചിട്ടുണ്ടോ? അപ്പൊ കഴിഞ്ഞ മാസം കൊണ്ടുപോയ ആൾ തന്നെ ആയിരിക്കും എത്തിട്ടോ. അപ്പൊ രണ്ടാമത്തെ മാസം കൊണ്ടുപോകുന്നത്, രണ്ടാമത്തെ മാസം വേറെ പുതിയ 2 പേരായിരിക്കണം. അങ്ങനെ എല്ലാ മാസവും പുതിയതായിരിക്കണം. ഓക്കെ, കഴിഞ്ഞ മാസം കൊണ്ടുപോയാൽ പിന്നെ അവര് വരണമെങ്കിൽ വന്നോട്ട് അവരുടെ കയ്യിൽ ടിക്കറ്റ് എടുക്കണം. അപ്പൊ നമ്മള് ആ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ 12 മാസം കൊണ്ട് 24 പേരെയാണ് നമ്മൾ എവിടേക്ക് എത്തിക്കുന്നത്? ഹോൾ പ്രോഗ്രാമിലേക്ക് എത്തിക്കുന്നത്. പുതിയതായിട്ടുള്ള 24 പേരെ ഹോൾ പ്രോഗ്രാമിലേക്ക് എത്തിക്കുന്നു. 24 പേർക്ക് വേണ്ടി നമ്മൾ ചെലവാക്കിയ എമൗണ്ട് 6000 രൂപ. ഒരു വർഷം കൊണ്ട് നമ്മൾ ചെലവാക്കിയത് 6000 രൂപ. ക്ലിയർ? 6000 രൂപ ചെലവാക്കി. എന്നാൽ ഈ വന്ന ഹോൾ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്ത 12 പേരിൽ എല്ലാവരും തീരുമാനമെടുക്കുമോ? പറയാൻ പറ്റില്ല. ചിലപ്പോൾ എല്ലാവരും തീരുമാനമെടുക്കില്ല. പക്ഷെ ആ 12-ൽ 2 പേര് തീരുമാനമെടുക്കും. ആ 12-ൽ 2 പേര് തീരുമാനമെടുക്കും. ആ 2 പേര് നമ്മൾ ചെയ്യുന്നത് കണ്ട് വന്നതുകൊണ്ട് തന്നെ അവരും ഇതുപോലെ ചെയ്യാവുന്നതും, അവരും നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ 5000 വ്യൂ ചെയ്യാവുന്നതും, നമ്മൾ ചെയ്യുന്നത് കണ്ട് 10000 വ്യൂ ചെയ്യാവുന്നതും ഒക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് തുടങ്ങുള്ളൂട്ടാ. നമ്മൾ ചെയ്യാത്ത ഒന്നും അവർ ചെയ്യില്ല. ഞാൻ ചെയ്യാത്തതൊക്കെ എൻ്റെ ടീം മെമ്പേഴ്സ് ചെയ്യുന്നത് വിചാരിക്കരുത്, നടക്കില്ല, ചെയ്യില്ല ആരും. നമ്മൾ ചെയ്യുന്നത് കണ്ട് നമ്മൾ 5000 വ്യൂ ചെയ്യാവുന്നതും 10000 ചെയ്യാവുന്നതും അവർ ടീമിനെ വളർത്താവുന്നതും ആ 2 പേര് നമ്മുടെ എ സൈഡിലും ബി സൈഡിലും ആണ് ഓരോരുത്തർ നമ്മൾ പ്ലേസ് ചെയ്ത് വിചാരിക്കും. ഒരാൾ എ സൈഡിലും ഒരാൾ ബി സൈഡിലും ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവര് പിന്നീടുള്ള ഒരു 1-2 വർഷം കൊണ്ട് അവർ റോയൽറ്റി അച്ചീവർ ആവും. 1-2 വർഷം കൊണ്ട് അവർ റോയൽറ്റി അച്ചീവർ ആവും. അവര് റോയൽറ്റി അച്ചീവർ ആവുമ്പോൾ ഈ 2 പേരെ സ്പോൺസർ ചെയ്ത് മീറ്റിങ്ങിലേക്ക് എത്തിച്ച വ്യക്തി ആരാവും? ആ വ്യക്തി ടെക്നീഷ്യറോ? ചെറിയ മീനിട്ട് വലിയ മീനെ പിടിക്കാൻ കേട്ടണ്ട. 6000 രൂപയെ നമ്മൾ ആകെ ചെലവാക്കിയിട്ടുള്ളൂ. പക്ഷെ ടെക്നീഷ്യർ ആയാൽ ഒരു മാസം മിനിമം 60,000 രൂപ കിട്ടൂലേ? സുരേഷ് സാറേ ടെക്നീഷ്യറിലേക്ക് ഇങ്ങനെ പോവാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആളാ. 6000 രൂപയെ നമ്മൾ ഒരു വർഷം ചെലവാക്കിയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഒരു മാസം 60,000 രൂപ കിട്ടുന്ന ലെവലിലേക്ക് നമ്മൾ മാറും. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേറെ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ആവശ്യമുള്ള. പക്ഷെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നതിലൂടെ മാസം 60,000 രൂപ കിട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറും. ചിന്തിച്ചു നോക്കണം. അപ്പൊ ഒരു വർഷം അല്ലേ, ഒരു വർഷം 3,60,000 രൂപ, 6000 രൂപ ഇട്ടിട്ട്
എത്ര ഇരട്ടി നമ്മൾ സമ്പാദിച്ചു. പലർക്കും ഒരു പ്രോഗ്രാമിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ മടി. എന്താ കാരണം എന്നറിയോ? ആളുകളെ കിട്ടാണ്ടല്ല, പക്ഷെ കൊണ്ടുവന്ന ടിക്കറ്റ് ഞാൻ എടുക്കണ്ടേ? ഇനി കൊണ്ടുവന്ന് അവിടെ എങ്ങാനും പ്രോഗ്രാമിൽ മറ്റേ ഭക്ഷണം കിട്ടിയില്ല, പോണ വഴിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഇതാണ് ചിന്ത. ഈ ചിന്ത കൊണ്ടാണ് പലരും ആളുകളെ കൊണ്ടുവരാത്ത. ഇതിലിപ്പോ അങ്ങനെയല്ലാന്ന് ഞാൻ അങ്ങനെയല്ല ഞാൻ പറയണേ. ഇപ്പൊ ഈ പറവൂർ ജിനേഷ് സാറിന്റെ ടീം അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ കോമൺലി കണ്ടിട്ടുള്ള പല കേസുകളും അതാണ്. പലരും പറയുന്നൊരു എന്താ പറയാ, അവര് നമ്മളോട് പറയാണ്ട് അപ്പുറത്ത് അടക്കം പറയാന്ന് പറയില്ല, അപ്പുറത്ത് അടക്കം പറയണത് കേൾക്കണതാ. അതേ അവരൊക്കെ കൊണ്ടുവരുന്ന കാര്യം. പക്ഷെ അവര് കൊണ്ടുവന്നില്ലേ, ടിക്കറ്റ് ഞാൻ എടുക്കണം, ചായ വാങ്ങിച്ചു കൊടുക്കണം, ഒക്കെ വേണം. അത് കാരണം കൊണ്ടുവരാണ്ട് എന്ന് പറയും. പക്ഷെ സത്യത്തില് ചിലപ്പോ അവരൊക്കെ വന്ന് ഏത് പ്രോഗ്രാമിനെ കത്താന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോ അവര് വന്ന് ഒരു പ്രോഗ്രാമിൽ കത്തിയാൽ ആർക്കാ ബെനിഫിറ്റ്? കത്തില്ല എന്ന് പറയാൻ പറ്റുമോ? എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ RCO. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എവിടെയാണ് വേണ്ടത്? സാറ് പറയും നിങ്ങൾ RCBക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ എഴുതി വെക്കി, അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി തിരിച്ചു കിട്ടും. സത്യ. ഞാൻ RCBക്ക് ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ, RCB ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ 2 ഇരട്ടി 3 ഇരട്ടി എനിക്ക് തന്നു ഓൾറെഡി RCB. ഇപ്പൊ തന്നെ തന്നു. ഇപ്പൊ സ്റ്റാർപ്പുകളായിട്ടുള്ളൂ. പക്ഷെ എന്നിട്ട് തന്നെ നമുക്ക് കിട്ടി 2 ഇരട്ടി 3 ഇരട്ടി. കാരണം നമുക്ക് അത്രയും മാത്രം ഇപ്പൊ ആനുവൽ ബോണസും മറ്റു കാരണമൊക്കെ നമുക്ക് വരുമ്പോ തന്നെ അത് കഴിഞ്ഞു. നമ്മൾ ചെലവാക്കിയത് മുഴുവൻ തിരിച്ചു കിട്ടിയ അവസ്ഥയാ. നമ്മൾ ആലോചിച്ച് നോക്കും, ഏത് ബിസിനസ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ ഇരട്ടിയുടെ 2ഉം 3ഉം 10ഉം ഇരട്ടി തിരിച്ചു കിട്ടുന്ന സംവിധാനമുള്ള ഏത് ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഇരട്ടി കിട്ടുന്നത്? വളരെ റയർ കേസല്ലേ ഉള്ളൂ. പക്ഷെ ഇവിടെയോ? അപ്പൊ നമ്മളത് കാണണം. അപ്പോ നാളത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഇനിയും വേണമെന്ന് വെച്ചാൽ, കാരണം ഇനിയും നമ്മളതിന് സമയമുണ്ട്, ഇനിയും വേണമെന്ന് വെച്ചാൽ വേണമെങ്കിൽ 2 പേരെ സ്പോൺസർ ചെയ്യാം. നിങ്ങൾ നാളത്തെ പ്രോഗ്രാമിലേക്ക് 2 പേരെ സ്പോൺസർ ചെയ്തേക്ക്. പുതിയ വ്യക്തികൾ കേട്ടോ. കുറച്ച് കാലമായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം സ്പോൺസർ ചെയ്യണ്ടേ. പുതിയ വ്യക്തികൾ, പുതിയതായിട്ട് നമ്മൾ വിളിച്ചു കൊണ്ടുവരുന്ന പുതിയതായിട്ടുള്ള വ്യക്തികളെ 2 പേരെ സ്പോൺസർ ചെയ്യും. ഇതുപോലെ എല്ലാ മാസവും ചെയ്യും. റിസൾട്ട് വരും, ഭയങ്കരമായ റിസൾട്ട് വരും. സ്റ്റാർ അല്ലാത്ത ആളുകളൊക്കെ ഈ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഈ വർഷം റോയൽ ടീച്ചർ ആവാം. നിങ്ങൾക്ക് റോയൽ ടീച്ചർ ആവാം. നിങ്ങളുടെ കൂടെ വന്നൊരു തീരുമാനം എടുത്താൽ അടുത്ത വർഷം അവർ റോയൽ ടീച്ചർ ആവും. അപ്പൊ നമ്മൾ ടെക്നിക്കലാവും. മനസ്സിലായോ? അത്രയും മാത്രം ഫാസ്റ്റായിട്ട് RCB വളർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെ ആ രീതിയിൽ കാണുന്നില്ല, വളർച്ചയുടെ ആ രീതിയിൽ കാണുന്നില്ല. ഓക്കെ. അപ്പോ നമ്മള് ലാസ്റ്റ് ആയിട്ട് ഞാൻ എന്താ പറയാ, 7:20 നമുക്ക് 7:30 ഓപ്പണറിന്റെ മീറ്റിംഗുള്ളതല്ലേ. അപ്പൊ ഞാൻ ലാസ്റ്റ് ആയിട്ട് നമ്മളൊരു കാര്യം പറയാം. നമ്മുടെ ലീഡർമാര് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും. അതുമായി ബന്ധപ്പെട്ട് അതിനെ ഏത് രീതിയിലാണ് ആളുകൾ മനസ്സിലാക്കാറ് എന്നുള്ളത് തന്നെ നമ്മൾ പല രീതിയിൽ മനസ്സിലാക്കാനുണ്ടാവും. പക്ഷെ അതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയായിരിക്കും നമുക്ക് ഒരു രീതിയിൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനുവേണ്ടി ചെറിയൊരു കഥ പറയാം. ചിലത് ഇത് കേട്ടവരുണ്ടോ? ഈ കഥ കേട്ടവരുണ്ടോ? എന്നാലും വീണ്ടും നമുക്ക് കേൾക്കാം. ഒരു ധനികനായ വ്യക്തി ഒരുപാട് സമ്പാദിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം, അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹം ഒരു കത്ത് എഴുതി വെച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ വന്നപ്പോ മകന് ആ കത്ത് കിട്ടി. മരണശേഷം ആ കത്ത് അമ്മ മകന് കൊടുത്തു. മകൻ ആ കത്ത് വായിച്ചു. കത്തിലാകെ 4 കാര്യം എഴുതി വെച്ചിട്ടുള്ളൂ. 4 കാര്യങ്ങൾ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, വെയില് കൊള്ളാതെ പോവുകയും തിരികെ വരികയും ചെയ്യണം. അച്ഛനായിട്ട് ഒരുപാട് വലിയൊരു സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സമ്പാദ്യം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇതിനെ നിനക്ക് ഇരട്ടിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറയുന്ന 4 കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ആ 4 കാര്യങ്ങൾ ഒരു കാര്യമാണിത്. ഒരു കാര്യം, വെയിൽ കൊള്ളാതെ പോവുക, വെയിൽ കൊള്ളാതെ തിരിച്ചു വരിക എന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്ത് ചെയ്തു? അച്ഛൻ ഉദ്ദേശിച്ച് ചിലപ്പോ എന്നെ വെയിൽ കൊള്ളാണ്ട് പോകേണ്ട കാര്യമായിരിക്കും. അപ്പോ ആളെന്ത് ചെയ്തു? ആള് പോകുന്ന വഴി മുഴുവൻ പന്തലങ്ങൾ ഇട്ടു. കാശുണ്ടല്ലോ, നിറച്ച് പന്തലിട്ടു. വെയിൽ കൊള്ളാണ്ട് പോകാലോ. അപ്പൊ എപ്പോ വേണമെങ്കിലും പോവാം. വെയിൽ കൊള്ളാണ്ട് തിരിച്ചു വരും ചെയ്യാം.
പന്തലിട്ടു. രണ്ടാമത് പറഞ്ഞു തൂകല് കൊണ്ട് സംരക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു. തൂകല് കൊണ്ട് സംരക്ഷണം, കാരണം നമ്മുടെ സമ്പാദ്യം ആരും അടിച്ചു കൊണ്ടുപോകാണ്ടിരിക്കാൻ തൂകല് കൊണ്ട് സംരക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു. തൂകല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തോലൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പൊ ആള് വിചാരിച്ചു തോല് കൊണ്ട് മതിൽക്കെട്ട് ഉണ്ടാക്കാനായിരിക്കും. അപ്പോ നല്ല 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 വില കൊടുത്തു കുറെ തൂകലൊക്കെ വാങ്ങിച്ച് മതിൽക്കെട്ട് ഉണ്ടാക്കി വെച്ചു വീടിന് ചുറ്റും, സമ്പാദ്യത്തിന് ചുറ്റും മതിൽക്കെട്ടുകൾ ഉണ്ടാക്കി. അപ്പോഴും കാശുണ്ടല്ലോ, കാശ് ചെലവാക്കാണ്. മൂന്നാമത് പറഞ്ഞു കഴിക്കുമ്പോൾ മധുരമുള്ളത് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, പിന്നെ തൊട്ട് അങ്ങോട്ട് മധുരപലഹാരങ്ങൾ തന്നെ കഴിക്കലായി. എന്ത് കഴിക്കാനും മധുരപലഹാരം കഴിക്കുള്ളൂ. ആ രീതിയിലേക്ക് കഴിക്കുന്ന രീതിക്ക് മാറിയാണ്. നാലാമത് പറഞ്ഞു ഭാര്യനെ കെട്ടിയിടാൻ. ഭാര്യനെ കെട്ടിയിടുന്നു പറഞ്ഞു. അപ്പൊ ആളെന്ത് ചെയ്തു, ഒരു കയറെടുത്തിട്ട് അങ്ങോട്ട് കെട്ടിയിട്ടു, ഭാര്യനെ കെട്ടിയിട്ടു. 4 കാര്യങ്ങൾ ചെയ്തു. സത്യത്തില് ഇതൊക്കെ ചെയ്തു വന്നപ്പോ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പാദ്യത്തിന്റെ ഒരു 90% കഴിഞ്ഞു. അച്ഛൻ സമ്പാദിച്ച 90% കഴിഞ്ഞു പോയി. കാരണം തൂകല് കൊണ്ട് കെട്ടണമെങ്കിൽ കാശ് ചില്ലറയാണ് വേണ്ടേ, മതിൽ കെട്ടണമെങ്കിൽ. പന്തലിടണമെങ്കിൽ ഈ പോണ സ്ഥലങ്ങൾ മുഴുവൻ പന്തലിടണമെങ്കിൽ കാശ് ചില്ലറ വല്ല ചില്ലറ എങ്ങനെയോ ചിലവാവാ. പിന്നെ മധുരപലഹാരം മാത്രമേ കഴിക്കണുള്ളൂ. മധുരപലഹാരം കഴിച്ച് ആരോഗ്യം നശിച്ചു, രോഗാവസ്ഥയിലേക്ക് വന്നു. ഭാര്യനെ കെട്ടിയിട്ടപ്പോ ഭാര്യ എന്ത് ചെയ്തു, ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ചെയ്തു. ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, കുടുംബം നശിച്ചു എന്ന രീതിക്കായി. അപ്പോഴാണ് ഇതിനിപ്പോ എന്ത് ചെയ്യും. അപ്പോഴാണ് ഒരു സന്യാസിനെ കണ്ടത്. സന്യാസിനെ കണ്ടപ്പോ സന്യാസി ഈ കത്ത് കൊടുത്തത് സന്യാസിന് തോന്നി, ഞാൻ എന്റെ അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യം ചെയ്തു, പക്ഷെ എന്റെ സമ്പാദ്യം പോയി, എന്റെ ഭാര്യ പിണങ്ങി പോവുകയും ചെയ്തു പറഞ്ഞു. അപ്പൊ സന്യാസി ഇത് വായിച്ചിട്ട് സന്യാസി പറഞ്ഞു, നീ എന്നിട്ട് ചെയ്തേ? അപ്പൊ ഞാനിങ്ങനെ പന്തലിട്ടു, തൂക്കുലോണ്ട് മതില് കെട്ടി, ഭാര്യനെ കെട്ടിടാൻ പറഞ്ഞപ്പോ കയറുകൊണ്ട് കെട്ടിയിട്ടു, പിന്നെ മധുരപലഹാരം മാത്രം കഴിച്ചത് ആരോഗ്യം മോശമായി, ഷുഗർ പേഷ്യന്റും BP ഒക്കെ ആയി എന്ന് പറഞ്ഞു. അപ്പൊ സന്യാസി ഇത് വിശദീകരിച്ചു കൊടുത്തു. സന്യാസി വിശദീകരിച്ചത് അറിയോ, വെയിൽ കൊള്ളാതെ പോവാനും വെയിൽ കൊള്ളാതെ വരാനും പറഞ്ഞത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നീ വീട്ടിൽ നിന്ന് പോവാ, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ. അതാണ് ഉദ്ദേശിച്ചത്. RCBന് വിജയിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനാണ് അതിനോട് പറഞ്ഞത് അച്ഛൻ. രണ്ടാമത് പറഞ്ഞു തൂകല് കൊണ്ട് സംരക്ഷണം ഉണ്ടാക്കാൻ. തൂകല് കൊണ്ട് സംരക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞത് ഒരു നായയെ വളർത്താനാണ് പറഞ്ഞത്. ഒരു നായയെ വളർത്താ, അത് നിനക്ക് നിന്റെ സമ്പാദ്യത്തിന് സംരക്ഷണം നൽകും എന്നാണ് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് എന്താ, കഴിക്കുമ്പോൾ മധുരമുള്ളത് കഴിക്കാൻ. എന്ന് വെച്ചാൽ വെറുതെ അനാവശ്യമായിട്ട് കഴിക്കാതെ വിശക്കുമ്പോൾ മാത്രം കഴിക്കുക. ഏറ്റവും നല്ല മധുരമുള്ള ഭക്ഷണം ഏതാന്ന് പറയാ, വിശക്കുമ്പോൾ കഴിക്കണതാ. ശരിയല്ലേ? നമുക്ക് നന്നായിട്ട് വിശന്നിരിക്കണായിരുന്നു നമ്മൾ പഴങ്കഞ്ഞി കഴിച്ചാലും എന്തൊരു ടേസ്റ്റാ അല്ലേ? അപ്പൊ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. അപ്പൊ വെറുതെ അനാവശ്യമായിട്ട് കാശ് ചെലവാവില്ല. അപ്പൊ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചത് ആ ഒരു ശീലം കുടുംബത്തിൽ കൊണ്ടുവരാനാ പറഞ്ഞത്. അപ്പൊ അതിലൂടെ നിന്റെ സമ്പാദ്യം അനാവശ്യമായിട്ട് ചെലവാവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഭാര്യനെ കെട്ടിടാൻ പറഞ്ഞത് സ്നേഹം കൊണ്ട് കെട്ടിടാൻ. കാരണം എന്താ, അവളാണ് നിന്റെ കുടുംബവും നിന്റെ കുട്ടികളെയും നിന്റെ തലമുറകളെയും നിന്റെ ഈ ഒരു സാമ്രാജ്യത്തിനെ താങ്ങുന്ന വ്യക്തിയാണ്. നിനക്കൊരു സപ്പോർട്ട് തരുന്ന ഒരാളായിരിക്കും. ആ വ്യക്തിയെ സ്നേഹം കൊണ്ട് കെട്ടിടാനാണ് ഉദ്ദേശിച്ചേ എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്ക് പറ്റിയ മണ്ടത്തരം മനസ്സിലായി. എന്നിട്ട് സന്യാസി പറഞ്ഞ അടുത്തൊരു കാര്യമുണ്ട്, നമ്മൾ കേട്ടതൊന്ന്, നീ മനസ്സിലാക്കിയത് വേറെ ഒന്ന്. പലപ്പോഴും നമുക്ക് പറ്റുന്ന കേസ് ഇതാ, നമ്മുടെ ജിനേഷ് സാറും ഗിരീഷ് സാറും നമ്മുടെ ലീഡർമാരൊക്കെ ഇങ്ങനെ പലതും പറയും, പക്ഷെ നമ്മൾ കേൾക്കുന്നത് ഒന്നാ, പോയി ചെയ്യുന്നത് വേറെ ഒന്നാ. എങ്ങനെ റിസൾട്ട് കിട്ടും? കേൾക്കുന്നതൊന്നും ചെയ്യുന്നത് വേറെ ഒന്നും ആവുമ്പോൾ റിസൾട്ട് കിട്ടില്ല. ഓക്കെ. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം, കേൾക്കുന്നതിനെ കൃത്യമായി മനസ്സിലാക്കാം. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ലീഡർമാരോട് ചോദിച്ച് മനസ്സിലാക്കാം. ചോദിച്ച് മനസ്സിലാക്കി അത് ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ പ്രവർത്തനത്തിൽ കൊണ്ടുവരിക. അപ്പോഴാണ് റിസൾട്ട് വരാം. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ സ്പീഡിൽ പോകാൻ പറ്റില്ല. നോ പ്രോബ്ലം, RCM എവിടേക്കും പോണില്ല. പക്ഷെ നമ്മൾ സ്പീഡ് കൂട്ടണം. കാരണം ഇനി വരുന്ന കാലം, ഇനി വരുന്ന മാസങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു വർഷം സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഒരുപാട് വരും നമ്മുടെ രാജ്യത്ത് മുഴുവൻ. അത് നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഡോക്ടർ ആൻസർ തന്നിരിക്കുന്ന മിഷൻ സെപ്റ്റംബർ എന്ന് പറഞ്ഞ ടാർഗറ്റ് ഏറ്റെടുത്ത്
നമ്മുടെ ടീമിൽ എത്രത്തോളം ആളുകളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റും അതൊക്കെ ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യണം, വളരെ ഫാസ്റ്റ് ആയിട്ട് സെപ്റ്റംബർ ആവുമ്പോഴേക്കും ഒരു റോയൽറ്റി അച്ചീവ്മെന്റ് നേടിയെടുക്കാനുള്ള ശ്രമം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചെയ്യണം. ഈ ഇരിക്കുന്ന 60 പേരും എന്നെ ഒഴിവാക്കിയാൽ ജിനേഷ് സാറ് സിഗ്നേച്ചറാണ്, ഞാൻ കുറച്ച് അങ്ങനെ രണ്ടു പേരെ ഒഴിവാക്കിയാൽ 58 പേരും അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ ഞാൻ പറയുന്നു പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിന് അനുഭവിക്കേണ്ടി വരില്ല. സെപ്റ്റംബർ റോയൽറ്റി അച്ചീവ്മെന്റ് അത് ഫോക്കസ് ചെയ്യാം. സെപ്റ്റംബറിൽ റോയൽറ്റി അച്ചീവ്മെന്റ് അതിന് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, രാജൻ സാറ് പറഞ്ഞ ടാർഗറ്റ് കണ്ണും പൂട്ടി ചെയ്യാം. ഒരു മുൻവിധി വെക്കാതെ കണ്ണും പൂട്ടി ഞാനും ചെയ്യും എൻ്റെ ടീമും ചെയ്യും. ആ രീതിയിൽ നിങ്ങൾ ഏറ്റെടുത്താൽ ഗ്യാരണ്ടി നിങ്ങൾക്ക് റോയൽറ്റി അച്ചീവർ ആവാം. കാരണം ആ ടാർഗറ്റിന് അത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട്. ഇനി രാജൻ സാർ ഈ മാസം തന്നിരിക്കുന്ന ഒരു ടാർഗറ്റ് ഉണ്ട്. എന്താ? നമ്മൾ സെപ്റ്റംബറിൽ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിൽ 5000 PV ന്യൂട്രി ചാർജ് ചെയ്യാൻ പറഞ്ഞു. 10000 PV ടോട്ടൽ ചെയ്യണേൽ 5000 PV ന്യൂട്രി ചാർജ് ചെയ്യാം, പിന്നെ 5 ജോയിനിങ് ചെയ്യാം. ഈ ഒരു ടാർഗറ്റ് ഈ മാസം 5000 PV ന്യൂട്രി ചാർജ് കൂടി അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് അടുത്ത മാസം റിസോർട്ടിൽ വെച്ചിട്ടൊരു റിസോർട്ടിൽ ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങും എന്റർടൈൻമെന്റും ഒക്കെ സാറ് തരുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ അതും നമ്മൾ ചെയ്യാം. അപ്പൊ നാളത്തെ പ്രോഗ്രാമിൽ നമ്മൾ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുക. ഇനി വരുന്ന പ്രോഗ്രാമുകളിൽ നമ്മുടെ സാന്നിധ്യം ഒരുപാട് ഉണ്ടാവണം. ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനത്തിലേക്ക് ഇറങ്ങി തിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനൊരു സെഷൻ എടുക്കാൻ എനിക്ക് പറ്റിയതിനും ഈ ഒരു വേദിയിലേക്ക് എന്നെ വെൽക്കം ചെയ്തതിനും വളരെയധികം താങ്ക് യു ജിനേഷ് സാറിന്. എൻ്റെ ഒരു ടീമിന് ഞാൻ പറഞ്ഞു, ജിനേഷ് സാറിൻ്റെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യാനൊക്കെ സമയം കിട്ടുമ്പോൾ യാത്ര ചെയ്യൂ. കാരണം ഞാൻ ഇന്നും എൻ്റെ ലീഡർമാരുടെ കൂടെ യാത്ര ചെയ്യാൻ സമയം കിട്ടുമ്പോൾ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് കാലം പഠിക്കാൻ പറ്റും. ട്രെയിനിങ് ക്ലാസ്സുകളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കൂ. ഇപ്പൊ ത്രിദിന ക്ലാസ് ഒക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്, അതിലും നമ്മുടെ ടീം മെമ്പേഴ്സിനെ പങ്കെടുപ്പിക്കൂ. ട്രെയിനിങ് ക്ലാസ്സുകളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കൂ. ട്രെയിനിങ് ക്ലാസ്സുകളാണ് നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ. ഒരുപാട് ട്രെയിനിങ് ക്ലാസ്സുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, അതിനെ പങ്കെടുക്കാൻ നോക്കാം. ജിനേഷ് സാർ എൻ്റെ നാട്ടിലേക്ക് 21-ാം തീയതി വരുന്നുണ്ട്. നിങ്ങൾക്കും ആ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർട്ട്ലി വെൽക്കം. എൻ്റെ നാട്ടിലേക്ക് 21-ാം തീയതി ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. സാറിൻ്റെ കൂടെ നിങ്ങൾക്ക് വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു. ചെയ്യാം. താങ്ക് യു സുരാഗ് സാർ. സൂപ്പർ.